Hi to all, it's me Needu. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിനകത്തുള്ള ഫ്ലെയിഞ്ച്ഡ് ബീംസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഫ്ലെയിഞ്ച്ഡ് ബീംസ് എന്ന് പറയുമ്പോൾ ടി ബീംസ്, എൽ ബീംസ് ഇതെല്ലാം ഫ്ലെയിഞ്ച്ഡ് ബീംസ് ആണ്. എന്താണ് ഈ ടി ബീം എന്ന് പറയുന്നത്? റെക്ടാങ്കുലർ ബീംസ് ദ കോൺക്രീറ്റ് ബിലോ ദ ന്യൂട്രൽ ആക്സിസ് ഡസ് നോട്ട് റെസിസ്റ്റ് എനി ബെൻഡിങ് മൊമെൻറ്റ് ബട്ട് സെർവ്സ് ദി പർപ്പസ് ഓഫ് ഹോൾഡിംഗ് ദ ടെൻസൈൽ സ്റ്റീൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയുള്ള ഭാഗം, ഈ ഭാഗത്ത് എന്താ ഉണ്ടാവുന്നത്? ഇവിടുത്തെ ലോഡൊക്കെ ആരാ ക്യാരി ചെയ്യുന്നത്? ടെൻസൈൽ ഫോഴ്സാണ് ഉണ്ടാകുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റീലാണുള്ളത്. ഇവിടെ ആക്ച്വലി കോൺക്രീറ്റിൻ്റെ ഫംഗ്ഷൻ എവിടെ മാത്രമേ ഉള്ളൂ? മുകളിൽ മാത്രമേ ഉള്ളൂ, കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇൻ റെക്ടാങ്കുലർ ബീംസ് ദ കോൺക്രീറ്റ് ബിലോ ദ ന്യൂട്രൽ ആക്സിസ് ഡസ് നോട്ട് റെസിസ്റ്റ് എനി ബെൻഡിങ് മൊമെൻറ്റ് ബട്ട് സെർവ്സ് ദി പർപ്പസ് ഓഫ് ഹോൾഡിംഗ് ദ ടെൻസൈൽ സ്റ്റീൽ. ഇവിടെ വെച്ചിരിക്കുന്ന സ്റ്റീൽ ഉണ്ടാവുമല്ലോ, ആ സ്റ്റീലിനെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ് ആർക്കുള്ളത്? അവിടെ കൊടുക്കുന്ന കോൺക്രീറ്റിനുള്ളത്. The compressive force resisted by the concrete just above the neutral axis is very little since the compressive stresses is very small in that area. നമ്മൾ ബീമിൻ്റെ സ്ട്രെയിൻ ഡയഗ്രാം വരച്ചപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? ന്യൂട്രൽ ആക്സിസിൽ 0 ആണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ടെൻഷൻ്റെ മാക്സിമം ഈ സൈഡിലാണ്, കംപ്രഷൻ്റെ മാക്സിമം ഇവിടെയാണ്. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസിന് തൊട്ട് മുകളിലുള്ളതൊക്കെ എന്താണ്? ഇവിടെയൊക്കെ കംപ്രസീവ് സ്ട്രെസ്സസ് എങ്ങനെയായിരുന്നു? വളരെ കുറവാണ് ഉണ്ടായിരുന്നത്, അല്ലേ? കംപ്രസീവ് സ്ട്രെസ്സസ് വളരെ കുറവായിരുന്നു ഉണ്ടാകുന്നത്. അത് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ടി ബീം എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് വെരി സ്ട്രെസ്ഡ് പാർട്ട് ഓഫ് കോൺക്രീറ്റ് ഈസ് നിയർ ദ ടോപ്പ് ഓഫ് ദി ടോപ്പ് ഫൈബർ ഓഫ് ദ ബീം. അത് നമുക്ക് അറിയാം, ആ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഏറ്റവും സ്ട്രെസ്ഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരിക്കും കോൺക്രീറ്റിൻ്റെ കേസിൽ, അല്ലേ? സ്റ്റീലിൻ്റെ കേസിലോ ഈ ഒരു ഭാഗത്തും. So beams with a large width on the compressive phase than the width of tension phase, such beams are called T-beams. അതായത് ഈ ഒരു ഭാഗത്ത് കംപ്രഷൻ ഫേസിൽ ലാർജ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നല്ല വീതി, സാധാരണ ഉള്ള ഒരു ബീം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ബീമാണ്. ഇതാണ് നമ്മുടെ സാധാരണ റെക്റ്റാങ്കുലാർ ബീം. അത് കൂടാണ്ട് ഈ ഒരു മുകൾ വശത്ത് എന്താണ്? ലാർജ് വിഡ്ത്തും ഉണ്ടാവും, സാധാരണത്തേക്കാൾ കൂടുതൽ വിഡ്ത്തും ഉണ്ടാവും. താഴെ ഭാഗത്തേക്ക് വിടുത്ത് കുറവുള്ള ടൈപ്പ് ബീംസിനെയാണ് നമ്മൾ എന്ത് ബീം എന്ന് പറയുന്നത്? ടി ബീംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കാണുന്ന ബീംസിൻ്റെ ഷേപ്പിനെയാണ് നമ്മൾ ടി ബീംസ് എന്ന് പറയുന്നത്. ഒരു നോർമൽ ബീമിനെ ടി ബീമാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ടി ബീമിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഞാൻ അവിടെ വരച്ച ടി ബീമിൻ്റെ ഷേപ്പ്. ടി ബീംസ് ആർ ഫോംഡ് വെൻ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർ സ്ലാബ്സ്, റൂഫ്സ് ആൻഡ് ഡെക്സ് ആർ കാസ്റ്റ് മോണോലിത്തിക്കലി വിത്ത് ദ സപ്പോർട്ടിംഗ് ബീംസ്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടി ബീംസിൻ്റെ ടെക്നിക്കൽ സൈഡാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത്. ഇനി ടി ബീംസ് ആണ് നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടി ബീംസ് ആണ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടില്ലേ, ഫോം വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ബീമിനും സ്ലാബിനും അറ്റ് എ ടൈമാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് റീൻഫോഴ്സ്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഒന്നിച്ചാണ് ബീമിലേക്കും സ്ലാബിലേക്കും അറ്റ് എ ടൈമാണ് ചെയ്യുന്നത്. ടി ബീംസ് ആർ ഫോംഡ് വെൻ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർ സ്ലാബ്സ്, റൂഫ്സ് ആൻഡ് ഡെക്സ് ആർ കാസ്റ്റ് മോണോലിത്തിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണ ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പം വിത്ത് ദ സപ്പോർട്ടിംഗ് ബീംസ്. ജനറലി ഫോം വർക്ക്സ് ആർ പ്ലേസ്ഡ് ഫോർ ദ ബോട്ടം ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ ബീംസ് ആൻഡ് സോഫിറ്റ് ഓഫ് ദ സ്ലാബ്, അല്ലേ? സ്ലാബിൻ്റെ അടിവശത്തും ഫോം വർക്ക് ഉണ്ടാവും, ബീമിൻ്റെ സൈഡിലും ഉണ്ടാവും, ബീമിൻ്റെ താഴെ വശത്തും ഉണ്ടാവും. ബെൻഡ് ബാർസ് ആൻഡ് സിറപ്സ് ഓഫ് ദ ബീം ആർ എക്സ്റ്റെൻഡഡ് ഇൻ ടു സ്ലാബ്. സ്ലാബിനകത്തുള്ള ബെൻഡപ്പ് ബാറുകളും അതുപോലെ തന്നെ സ്റ്റിറപ്പൊക്കെ എങ്ങോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും? സ്ലാബിനകത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പം എല്ലാ ബീമുകളും കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ സ്ലാബ് വേറെ ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, അറ്റ് എ ടൈം തന്നെ സ്ലാബും ബീമും കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടി ബീംസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഓൾ ദ എലമെൻറ്റ്സ് ആർ കാസ്റ്റ് അറ്റ് വൺസ് ഫ്രം ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ബീം ടു ദ ടോപ്പ് ഓഫ് ദ സ്ലാബ്. അതായത് കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് ബീമിൻ്റെ താഴെ പോർഷൻ മുതൽ സ്ലാബിൻ്റെ ആ ഭാഗത്തേക്കുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഫ്ലെയിഞ്ച്ഡ് ബീംസ് എന്ന് പറഞ്ഞത്? ഫ്ലെയിഞ്ച്ഡ് ബീംസ് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, എൽ ബീംസ് ഉണ്ട്, അതുപോലെ തന്നെ ടി ബീംസ് ഉണ്ട്. ഇൻറ്റീരിയർ ബീംസ് ഹാവ് ഫ്ലെയിഞ്ചസ് ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് ആർ ടേംഡ് ആസ് ടി ബീം. ഇപ്പോൾ ടി ബീം എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ഒരു ഷേപ്പിലുള്ളതിനെയാണ് നമ്മൾ ടി ബീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഹാച്ച് ചെയ്തിരിക്കുന്നത് ടി ബീമാണ്. എൽ ബീം എന്ന് പറയുന്നതോ എഡ്ജ് ബീംസ് ഹാവ്സ്
ഫ്ലെയിഞ്ചസ് ഓൺ വൺ സൈഡ് ആൻഡ് ആർ കോൾഡ് എൽ ബീം. ഒരു സൈഡിലേക്ക് മാത്രമേ ഫ്ലെയിഞ്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എൽ ബീം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് കൂടുതൽ സ്റ്റഡി ചെയ്യാനുള്ളത് ടി ബീം മാത്രമാണ് കേട്ടോ. ദ പാർട്ട് ഓഫ് ദ സ്ലാബ് അറൗണ്ട് ദ ബീം കോൾഡ് ഫ്ലെയിഞ്ച് വുഡ് വർക്ക് വിത്ത് ദ ബീം ആൻഡ് റെസിസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ കംപ്രസീവ് ഫോഴ്സ്. അത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ നമ്മളെ ബീമിൻ്റെ വീതി കൂടിയ ഭാഗം, അതിനെയാണ് നമ്മൾ ഫ്ലെയിഞ്ച് എന്ന് പറയുന്നത്. അത് ലോഞ്ചിറ്റ്യൂണൽ കംപ്രസീവ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബീമിൻ്റെ കൂടെ ആക്ട് ചെയ്യും. ഇത് ആക്ച്വലി ആരാണ്? സ്ലാബിൻ്റെ ഭാഗമാണ്. ദ പാർട്ട് ഓഫ് ദ ബീം എക്സ്റ്റെൻഡിങ് ബിലോ ദ സ്ലാബ് ഈസ് കോൾഡ് സ്റ്റെം ഓർ വെബ് ഓർ റിബ്. റിബ് എന്നൊരു ടേമും കൂടി ഉണ്ട് കേട്ടോ, RIB, റിബ്. ഇതിനെ പറയുന്ന പേരാണ് റിബ്. അതായത് മുകൾ വശത്തുള്ള വീതി കൂടിയ ഭാഗത്തിന് ഫ്ലെയിഞ്ച് എന്ന് പറയുന്നു. താഴെ ഭാഗത്തേക്കുള്ള വീതി കുറഞ്ഞിട്ടുള്ള ഭാഗത്തിന് വെബ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ടി ബീം. ആസ് ദ സ്ലാബ് ആൻഡ് ബീം ആർ കാസ്റ്റ് മോണോലിത്തിക്കലി, ദ പോർഷൻ ഓഫ് ദ സ്ലാബ്, അതായത് ഫ്ലെയിഞ്ചസ് ഓഫ് ടി ബീം, റെസിസ്റ്റ് കംപ്രസീവ് ഫോഴ്സസ് ആൻഡ് ഹെൻസ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ബീം ഇൻക്രീസസ്. ബീമും സ്ലാബും ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കംപ്രസീവ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ലാബ് ഹെൽപ്പ് ചെയ്യും. അതായത് ആ ബീമിൻ്റെ ഫ്ലെയിഞ്ചസ്, അതുകൊണ്ട് തന്നെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഡ്യൂ ടു മോണോലിത്തിക് കൺസ്ട്രക്ഷൻ സ്റ്റിഫ്നെസ് ഓഫ് ദ ബീം ഇൻക്രീസസ്. അതായത് ഡിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. വി നോ ദാറ്റ് ഇൻ RCC കൺസ്ട്രക്ഷൻ സ്ലാബ്സ് ആൻഡ് ബീംസ് ആർ കൺസ്ട്രക്റ്റഡ് മോണോലിത്തിക്കലി. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കണ്ട് പരിചയമുള്ളൊരു സംഭവമാണ് അല്ലേ, ബീമും സ്ലാബൊക്കെ ഒരുമിച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഫോം വർക്കൊക്കെ ഒറ്റയടിക്കാവും ചെയ്യുന്നുണ്ടാവുക, എന്നിട്ട് രണ്ടും കൂടെ അറ്റ് എ ടൈം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ബീം ആദ്യം കാസ്റ്റ് ചെയ്ത് വെച്ച് അതിന് എല്ലാ പ്രോസസ്സിങ്ങും ക്യൂറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല അതിൻ്റെ മുകളിൽ സ്ലാബ് ചെയ്യുന്നത്. രണ്ടും അറ്റ് എ ടൈമാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസിൽ ഈ സ്ലാബ് ബീമിൻ്റെ ഒരു പാർട്ടായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ബെൻസ് അലോങ് വിത്ത് ദ ബീം അണ്ടർ ലോഡ്. ഈ സ്ലാബിൻ്റെ പോർഷനും എന്താണ്? ബീമിൻ്റെ കൂടെ ബെൻഡ് ആവുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ബീമുകളിനെയാണ് നമ്മൾ എന്ത് ബീം എന്ന് പറയുന്നത്? ടി ബീംസ്. പൊതുവെ ടി ബീംസിനേക്കാൾ നല്ലത് ഫ്ലെയിഞ്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. എന്ത് ബീംസ് എന്നാണ് പറയുന്നത്? ഫ്ലെയിഞ്ച്ഡ് ബീംസ്. ഓക്കെ, ഫ്ലെയിഞ്ച്ഡ് ബീംസ് ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ടേം ദാൻ ടി ബീം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻ്റർമീഡിയറ്റ് ബീം സപ്പോർട്ടിങ് ദ സ്ലാബ് ഈസ് കോൾഡ് ടി ബീം. ഇപ്പോൾ ഞാൻ ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ഇല്ലേ, ഇതായാണ് നമ്മൾ ടി ബീം എന്ന് പറയുന്നത്. ഈ ടി ഷേപ്പിലുള്ളതിനെയാണ് നമ്മൾ ടി ബീംസ് എന്ന് പറയുന്നത്. എൽ ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ദ എൻഡ് ബീംസ് ആർ കോൾഡ് എൽ ബീം. ഇതാ ഈ ഷേപ്പിലുള്ള, ഇവിടെ ഒരു എൽ ഷേപ്പായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഉണ്ടാവുക അല്ലേ. ഇങ്ങനെയുള്ള ബീമുകളിനെയാണ് നമ്മൾ എൽ ബീം എന്ന് പറയുന്നത്. ടി ഷേപ്പിലുള്ളതിന് ടി ബീം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞത് ഫ്ലെയിഞ്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. ഫ്ലെയിഞ്ച്ഡ് ബീംസ് എന്ന് പറഞ്ഞാൽ ബീമിന് മുകൾ വശത്തേക്ക് രണ്ട് സ്പാനിങ് സംഭവം ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്ലെയിഞ്ച്ഡ് ബീംസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് ശ്രദ്ധിക്കുക. ടി ബീംസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിഞ്ച്ഡ് ബീംസിനെ കുറിച്ചിട്ട് IS 456/2000 പറയുന്നത് ക്ലോസ് 23.1 ഓക്കെ, പേജ് നമ്പർ 36 ആണ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു ടി ബീമിനെ വരച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ പാർട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ലാബിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫ്ലെയിഞ്ച് എന്ന് പറയുന്നത്. താഴേക്ക് ഉള്ള ബീമിൻ്റെ പോർഷന് നമ്മൾ വെബ് അല്ലെങ്കിൽ റിബ് എന്ന് പറയും. വെബ് അല്ലെങ്കിൽ റിബ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബീമിൻ്റെ മുകൾ വശത്തേക്ക് ഇങ്ങനെ സ്പാൻ ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ ഫ്ലെയിഞ്ച് എന്നാണ് പറയുന്നത്. ബീമിൻ്റെ പോർഷന് നമ്മൾ വെബ് അല്ലെങ്കിൽ റിബ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ബ്രെഡ്ത്ത് ഓഫ് വെബ് അല്ലേ. ബ്രെഡ്ത്തിന് B എന്നും വെബിന് സഫിക്സ് ആയിട്ട് W എന്നും കൊടുത്തിട്ടുണ്ട്. ഡെപ്ത് ഓഫ് വെബ്, ഡെപ്ത് ഓഫ് ഫ്ലെയിഞ്ച്, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലെയിഞ്ച്. ഇതെന്താണ്? ഇഫക്റ്റീവ് ഡെപ്ത്. ഇവിടെ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓവറോൾ ഡെപ്ത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബ്രെഡ്ത്ത് ഓഫ് വെബ്. എന്താണ് ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് വെബ് പോർഷൻ ഇൻ ദ ടെൻസൈൽ സോൺ അല്ലേ. ടെൻസൈൽ സോണിലുള്ള ആ വിഡ്ത്തിനെയാണ് നമ്മൾ ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്. ബ്രെഡ്ത്ത് ഓഫ് വെബ് BW ഈക്വൽ ടു 1/2 to 2/3 ഓഫ് DW. DW എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് വെബ്. ഡെപ്ത് ഓഫ് വെബിൻ്റെ 1/2 മുതൽ 2/3 ഓഫ് ഡെപ്ത് ഓഫ് വെബ് വരെ ആവാം. ഓക്കെ, ഇനി ഡെപ്ത് ഓഫ് വെബ് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോട്ടം ഓഫ് ദ ഫ്ലെയിഞ്ച് ടു ദി സെൻറ്റർ ഓഫ് ദി ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബോട്ടം ഓഫ് ദ ഫ്ലെയിഞ്ച്. ഫ്ലെയിഞ്ചിൻ്റെ ബോട്ടം മുതൽ
ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്. ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് സെൻറ്റർ വരെ എന്നുള്ളതിനേക്കാൾ ബെറ്റർ ബോട്ടം ഓഫ് ദ വെബ് വരെ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് വെബ് എന്നാക്കേണ്ടി വരും. ഓക്കെ, ഇനി ഓവറോൾ ഡെപ്ത്, ഇറ്റ് ഈസ് overall depth of the T-beam. Okay, D equal to depth of flange plus depth of web. Depth of flange or flange thickness, it is the thickness of the slab. സ്ലാബിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് ഓഫ് ഫ്ലേഞ്ച് അല്ലെങ്കിൽ ഫ്ലേഞ്ച് തിക്നെസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച്. ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ലാബിൻ്റെ പോർഷൻ. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ദ സ്ലാബ് വിച്ച് ആക്ട് മോണോലിത്തിക്കലി വിത്ത് ദ ബീം ആൻഡ് റെസിസ്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ്. സ്ലാബിൻ്റെ പോർഷനാണ് ആക്ച്വലി, പക്ഷെ അത് ബീമിൻ്റെ കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്നു, ബീമിൻ്റെ കൂടെ കംപ്രസീവ് സ്ട്രെസ്സസിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ ഇത്രയും ടേംസ്? ഇനി ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടേമാണ് ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച്. ഇത് നിങ്ങൾക്ക് ക്ലോസ് 23.1.2 കാണാൻ പറ്റും, പേജ് നമ്പർ 36 തന്നെ. ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് 2 മാർക്സിന്. എങ്ങനെയാണ് കോഡിൽ ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലേഞ്ചിന് ഡിഫൈൻ ചെയ്തേക്കണേ, അല്ലെങ്കിൽ കോഡൽ പ്രൊവിഷൻ എന്താണ് എന്നുള്ളത്. ടി ബീംസിനും എൽ ബീംസിനും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ടി ബീംസ് ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് എന്ന് പറയുന്നത് L0/6 പ്ലസ് ബ്രെഡ്ത്ത് ഓഫ് വെബ് പ്ലസ് 6 ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലേഞ്ച്. ഓക്കെ, ഇക്വേഷൻ കോഡിനകത്തുണ്ട്. എൽ ബീം ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ഈക്വൽ ടു L0/12 പ്ലസ് BW പ്ലസ് 3DF ആൻഡ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ആൾസോ. എന്താണ്, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ഷുഡ് ബി ലെസ് ദാൻ ബ്രെഡ്ത്ത് ഓഫ് വെബ് പ്ലസ് ഹാഫ് ഓഫ് L1 പ്ലസ് L2. ഇതിനകത്ത് നമുക്ക് 2 ടേംസാണ് നമ്മൾ നേരത്തെ പറയാത്തത് അല്ലേ. L0 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഓഫ് സീറോ മൊമെൻറ്റ്സ് ആണ്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീറോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സപ്പോർട്ടിലാണ് ഉണ്ടാവുക. അതായത് ഈ ഡിസ്റ്റൻസ് L0 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സ്പാൻ തന്നെയായിരിക്കും. L0 എന്ന് പറയുന്നത്. ഓക്കെ, L1 L2 എന്ന് പറയുന്നത് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബീംസ് ഓൺ ഐദർ സൈഡ്. അതായത് 2 ബീമുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് L1ഉം L2 ഒക്കെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബീമിൻ്റെ കേസിലാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ പറഞ്ഞത്. ഫോർ ഐസൊലേറ്റഡ് ടി ബീംസ് ആണെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ഈക്വൽ ടു L0/B പ്ലസ് 4 പ്ലസ് ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് വരും. സിമിലർലി ഇത് ഹോൾ ടേമിനോടാണ് ബ്രെഡ്ത്ത് ഓഫ് വെബ് ആഡ് ചെയ്യേണ്ടത്. കോഡ് റെഫർ ചെയ്യാം കേട്ടോ. ഐസൊലേറ്റഡ് എൽ ബീംസ് ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ഈക്വൽ ടു എന്താ വരുന്നത്, 0.5 L0 ഡിവൈഡഡ് ബൈ L0/B പ്ലസ് 4 ഹോൾ ടേമിനോട് BW ആഡ് ചെയ്യാം. ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടി ബീംസ് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടി ബീം കാണുന്നതിന് മുമ്പായിട്ട് നമുക്കിതിനകത്ത് 3 കേസസ് ആണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ സിംഗ്ലി റീൻഫോഴ്സഡ് ബീമിൻ്റെ അനാലിസിസ് ഒക്കെ പഠിച്ചില്ലേ, അതേപോലെ അനാലിസിസ് ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത്. പക്ഷെ അങ്ങോട്ടൊന്നും പോവാണ്ട് ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് വരുവാണ് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. എക്സാമിന് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, XU അതായത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, അനക്സ് ജിയിലുള്ള ഇക്വേഷൻ, സെയിം ഇക്വേഷൻ 0.87 FIAST ഹോൾ ഡിവൈഡഡ് ബൈ 0.36 FCK B എന്നുള്ളതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കോഡിനകത്തുള്ളതും B ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ ടി ബീം കൺസിഡർ ചെയ്യുന്നുണ്ട് ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ആക്കി. B ഈക്വൽ ടു എന്താണ്, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് ആണ്. അത് മാത്രമാണ് ഒരു ചേഞ്ച് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, XUനെയും ഡെപ്ത് ഓഫ് ഫ്ലേഞ്ചിനെയും കമ്പയർ ചെയ്യാം. അതായത് നമുക്ക് 2 കേസ് എന്ന് പറയാം. XU ലെസ് ദാൻ ഡെപ്ത് ഓഫ് ഫ്ലേഞ്ച് ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച് ആണ്. അതായത് ഇതാണ് ടി ബീം അല്ലേ, ഇതാണ് നമ്മുടെ ടി ബീം. ഈ ടി ബീമിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലേഞ്ച് എന്ന് പറയുന്നത് ഇത്രയാണ്. ഡെപ്ത് ഓഫ് ഇവിടെ ന്യൂട്രൽ ആക്സിസ് XU ആണ് ചെറുതായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസ് എവിടെ കിടക്കുക, ഫ്ലേഞ്ചിനകത്തല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ഫസ്റ്റ് കേസ്, ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച്. XU ലെസ് ദാൻ ഡെപ്ത് ഓഫ് ഫ്ലേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച്.
ആ കേസ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് G.2.1 ആണ് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കേസ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് കേസ്, ഡി എഫിനേക്കാൾ കൂടുതലാണ് എക്സ് യു എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും കിടക്കുക? ന്യൂട്രൽ ആക്സിസ് വെബിലായിരിക്കും കിടക്കുക അല്ലേ? അപ്പോൾ രണ്ട് കേസസ് വരുന്നുണ്ട്. എക്സ് യു ഗ്രേറ്റർ ദാൻ ഡി എഫ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ വെബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ G.2.2 ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം അല്ലേ? ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച്. ഇങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ ബീം ആക്ട് ആസ് എ റെക്റ്റാങ്കുലർ ബീം ഓഫ് ബ്രെഡ്ത്ത് BF ആൻഡ് ഡെപ്ത് D ആൻഡ് ദ അനാലിസിസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ സെയിം വേ ആസ് ഇൻ റെക്റ്റാങ്കുലർ ബീം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ബീം ഇങ്ങനെയാണ്, ന്യൂട്രൽ ആക്സിസ് ഫ്ലേഞ്ചിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു റെക്റ്റാങ്കുലർ ബീം നമ്മൾ എങ്ങനെയാണോ ഡീൽ ചെയ്ത് അതേപോലെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ അറിയാമല്ലോ. ഫസ്റ്റ് എന്താ ചെയ്തിരുന്നത്? എക്സ് യു കണ്ടുപിടിക്കും, എക്സ് യു മാക്സ് കണ്ടുപിടിക്കും അല്ലേ? എക്സ് യു മാക്സിനെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിന് ശേഷം ഏത് ടൈപ്പ് ഓഫ് സെക്ഷൻ ആണെന്ന് അനലൈസ് ചെയ്യും. അതിനുശേഷം മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അത് ഡെപ്ത് ഓഫ് ഫ്ലേഞ്ചുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് ന്യൂട്രൽ ഫ്ലേഞ്ചിനകത്താണോ വെബിനകത്താണോ കിടക്കണേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത്, ഡി എഫുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. അതിനുശേഷം ഫൈൻഡ് എക്സ് യു മാക്സ്. എക്സ് യു മാക്സ് എവിടെ നിന്നാണ് കാണാം? പേജ് നമ്പർ 70 നിന്ന് അല്ലേ? എക്സ് യു മാക്സ് ബൈ ഡിൻ്റെ വാല്യൂ ഉണ്ട് അവിടെ. ദെൻ എക്സ് യു മാക്സിനെ കമ്പയർ ചെയ്യാം. എക്സ് യു മാക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനാണ്, ഈക്വൽ ആണെങ്കിൽ ബാലൻസ്ഡ് സെക്ഷനാണ്. എക്സ് യു മാക്സ് ലെസ്സും എക്സ് യു ഗ്രേറ്ററും ആണെങ്കിൽ അത് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനുമാണ്. അങ്ങനെയുള്ള സെക്ഷൻസ് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല, അത് റീഡിസൈൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ പറയുമ്പോൾ എന്താണ്? അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 0.87 FI AST D 1 മൈനസ് AST FI ഹോൾ ഡിവൈഡഡ് ബൈ BDFCK കോഡിനകത്തുള്ള ഇക്വേഷൻ അല്ലേ? AST ഉള്ള ഇക്വേഷൻ. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, 0.87 FI AST D മൈനസ് 0.42 XU. ഇനി എക്സ് യു മാക്സും ഈക്വൽ ആണ്, ബാലൻസ്ഡ് സെക്ഷനാണ് വരുന്നുണ്ടെങ്കിൽ കോഡിനകത്തുള്ള ഇക്വേഷൻ ഏത് ഇക്വേഷൻ? 0.36 ഇൻറ്റു എക്സ് യു മാക്സ് ബൈ ഡി 1 മൈനസ് 0.42 എക്സ് യു മാക്സ് ബൈ ഡി BD സ്ക്വയർ FCK. ഓക്കെ, ഇനിയിപ്പോൾ ഈ കേസിനകത്തും നമ്മുടെ സെക്ഷൻ ഓവർ ഇൻഫോഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മളെടുത്ത് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് യു മാക്സ് ഉള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് കേസ് എന്താണ്? ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ വെബ്. ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ വെബ് എന്ന് പറയുമ്പം അതിനകത്ത് രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഇതാണ്, DF ബൈ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 0.2നേക്കാൾ ചെറിയ വാല്യൂ ആണ് DF ബൈ ഡി എന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 0.36 ഇൻറ്റു എക്സ് യു മാക്സ് ബൈ ഡി 1 മൈനസ് 0.42 എക്സ് യു മാക്സ് ബൈ ഡി FCK BW D സ്ക്വയർ പ്ലസ് 0.45 FCK BF മൈനസ് BW ഇൻറ്റു DF ഇൻറ്റു D മൈനസ് DF ബൈ 2. ഇക്വേഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത് നമുക്ക് കോഡിനകത്തുണ്ട്. G.2.2 ഫസ്റ്റ് ഇക്വേഷനാണിത്. സെക്കൻഡ് കേസ് DF ബൈ ഡി ഗ്രേറ്റർ ദാൻ 0.2. DF ബൈ ഡിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 0.2നേക്കാൾ വലിയ വാല്യൂ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യാം? 0.36 എക്സ് യു മാക്സ് ബൈ ഡി 1 മൈനസ് 0.42 എക്സ് യു മാക്സ് ബൈ ഡി FCK BW D സ്ക്വയർ പ്ലസ് 0.45 FCK BF മൈനസ് BW YF ഇൻറ്റു D മൈനസ് YF ബൈ 2. ഓക്കെ, ഇവിടെ എവിടെ ഉണ്ട്? സെയിം ക്ലോസിൽ തന്നെ ഉണ്ട്, G.2.2 തന്നെ ഉണ്ട്. വേർ YF ഈക്വൽ ടു 0.15 XU പ്ലസ് 0.65 DF. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എക്സ് യു കണ്ടുപിടിക്കുക, എക്സ് യും ഡി എഫും കമ്പയർ ചെയ്യുക. എക്സ് യും ഡി എഫും കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച് ആണ് വരുന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കുലർ സെക്ഷൻസ് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇൻ കേസ് വെബിലാണ് വരുന്നുണ്ടെങ്കിൽ രണ്ട് കേസ് ഉണ്ടാവും, DF ബൈ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2ഉം ഗ്രേറ്റർ ദാൻ 0.2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 ആണെന്നുണ്ടെങ്കിൽ G.2.2 ഫസ്റ്റ് ഇക്വേഷൻ അല്ല, ഗ്രേറ്റർ ദാൻ 0.2 ആണ് വരുന്നുണ്ടെങ്കിൽ YF വരുന്ന ഇക്വേഷൻ. ഓക്കെ, ഓർത്ത് വെക്കുക, YF വരുന്ന ഇക്വേഷൻ.
ഇൻ കേസ് ഈ ബീമിനകത്ത് തന്നെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുമ്പോൾ തന്നെ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നിങ്ങളടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ YF വരുന്ന ഇക്വേഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഓവർ റിൻഫോഴ്സ്ഡ് സെക്ഷനായിട്ടാണ് വരിക. XU ഗ്രേറ്റർ ദാൻ XU മാക്സ് ആയിരിക്കും. ആക്ച്വലി ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് YF വരുന്ന ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. YF വരുന്ന ഇക്വേഷനകത്ത് ഒരു ചേഞ്ച് വരുന്നത് ഇതാണ്. ഈ XU എന്നുള്ളതായിരിക്കും കോഡിലുള്ള ഇക്വേഷൻ. ആ കോഡിനകത്തുള്ള ഇക്വേഷനകത്ത് എന്ത് അപ്ലൈ ചെയ്താൽ മതി? XU മാക്സ് ആക്കി കൊടുത്താൽ മതി. ലിമിറ്റിംഗ് വാല്യൂ ആണ് ചോദിക്കണേ എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഹിയർ ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2 ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. April 19 8 മാർക്കിനും അതുപോലെ തന്നെ October 19 6 മാർക്സിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടി ബീം. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടി ബീം ഹാവിങ് വെബ് വിഡ്ത്ത് ഓഫ് 240 mm, effective depth of 400 mm, flange width of 740 mm and flange thickness equal to 100 mm. The beam is reinforced with 5 numbers of 16 mm dia bars of Fe415 steel. Use M20 concrete. Okay, question നോക്കാം. Find the moment of resistance of T-beam. T-beamൻ്റെ moment of resistance ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഹാവിങ് വെബ് വിടുത്ത്. ഇപ്പോൾ വെബ് എന്താണ്, ഫ്ലെയിൻസ് എന്താണ് നമുക്ക് ധാരണ ഉണ്ടാവണം. ഇപ്പോൾ വെബിൻ്റെ വിടുത്താണ് തന്നിരിക്കുന്നത് 240 അല്ലേ? വെബിൻ്റെ വിടുത്താണ് 240 തന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് വെബ്. ഇപ്പോൾ വെബിൻ്റെ വിടുത്താണ് നമുക്ക് 240 തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 240. ദെൻ ഇഫക്റ്റീവ് ഡെപ്ത്ത് എത്രയാണ്? 400 mm. ഇഫക്റ്റീവ് ഡെപ്ത്ത് 400 mm ആണ്. ഇഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറയുന്നത് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ഫ്ലെയിൻസ് മുതൽ. അതാണ് 400 mm. ദെൻ ഫ്ലെയിൻസിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇതാണ് ഫ്ലെയിൻസ്. അപ്പോൾ ഫ്ലെയിൻസിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 740 mm ആണ്. ആൻഡ് ഫ്ലെയിൻസ് തിക്നെസ് ഈക്വൽ ടു 100 mm. ഫ്ലെയിൻസിൻ്റെ തിക്നെസ് എത്രയാണ്? 100 mm ആണ്. അതാണ് സ്ലാബിൻ്റെയും തിക്നെസ്. ദ ബീം ഈസ് റീൻഫോഴ്സ്ഡ് വിത്ത്. ഈ ബീമിനകത്ത് എത്ര റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്? 5 കമ്പികളാണ് കൊടുത്തിട്ടുള്ളത് 16 mm. ഓക്കെ, ഇത് നേരെ അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ എനിക്ക് വരച്ചു വന്നപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ 5 അറേഞ്ച് ചെയ്തേക്കുന്നത്. 16 mm 5 കമ്പികളാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റീലിൻ്റെ ഗ്രേഡ് 415 സ്റ്റീലാണ്. കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് M20 കോൺക്രീറ്റും ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഗിവൺ ഡാറ്റാസ് എല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. വെബ് വിഡ്ത്ത് BW. ഈ ടേം ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കോഡിനകത്തും ഇതേ കാര്യങ്ങളാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾ വേറെ എന്തെങ്കിലും നൊട്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ വെബ് വിഡ്ത്ത് BW ഈക്വൽ ടു 240 mm, ഇഫക്റ്റീവ് ഡെപ്ത്ത് D ഈക്വൽ ടു 400 mm, ഫ്ലെയിൻസ് വിഡ്ത്ത് BF ഈക്വൽ ടു 740 mm, ഫ്ലെയിൻസ് തിക്നെസ് DF ഈക്വൽ ടു 100 mm, റീൻഫോഴ്സ്മെൻറ്റ് AST 5 numbers of 16 mm dia bars. അപ്പോൾ AST ഈക്വൽ ടു 5 × pi/4 × 16 സ്ക്വയർ 1005.3 mm സ്ക്വയർ എന്ന് കിട്ടും. FI വാല്യൂ, FCK വാല്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? XU കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. XU കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 0.87 FI AST ഹോൾ ഡിവൈഡഡ് ബൈ 0.36 FCK B. ബീൻ്റെ സ്ഥാനത്ത് എന്താണ്? ബ്രെഡ്ത്ത് ഓഫ് ഫ്ലെയിൻസ് ആക്കണം, BF ആക്കണം. ഓക്കെ, ഇക്വേഷൻ എവിടെ ഉണ്ട്? അനക്സ് ജിയിലുണ്ട് കേട്ടോ. അപ്പോൾ വാല്യൂസ് കൊടുത്തു. വാല്യൂസ് കൊടുക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 68.1 mm എന്ന് കിട്ടും. 0.87 FI എന്ന് പറയുമ്പം 415, AST എന്ന് പറയുമ്പം 1005.3 ഹോൾ ഡിവൈഡഡ് ബൈ 0.36 × 20 × 740. ഓക്കെ, അത്ര MM ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? XU DFനെ കമ്പയർ ചെയ്യാം. ഇവിടെ DF ഈക്വൽ ടു എത്രയാണ്? 100 ആണ്. XU ഈക്വൽ ടു എത്രയാണ്? 68 ആണ്. സോ XU ലെസ് ദാൻ DF ആണ് അല്ലേ? ഇവിടെ തന്നെ നോക്കിക്കേ, XU എന്ന് പറയുമ്പോൾ 68 ഉള്ളൂ. വെബിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്. ഇതാണ് പറഞ്ഞത്, XU ലെസ് ദാൻ DF ആണ്. സോ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലെയിൻസ്. ദെൻ XU മാക്സ് ബൈ ഡിൻ്റെ വാല്യൂ 0.48 ആണ്. FE415 സ്റ്റീലിന്
പേജ് നമ്പർ 70-ക്കകത്തുള്ളത്. അതുകൊണ്ട് എക്സ് യു മാക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 0.48 ഇൻറ്റു ഡി, ദാറ്റ് ഈസ് 0.48 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ് 400, ദാറ്റ് ഈസ് 192 mm എന്ന് കിട്ടും. എക്സ് യുനെയും എക്സ് യു മാക്സിനെയും കമ്പയർ ചെയ്യുക. ഇത് എന്ത് സെക്ഷനായിട്ടാണ് ആക്ട് ചെയ്യുക? ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ നമ്മൾ എങ്ങനെയാണോ ഡീൽ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഡീൽ ചെയ്യുക, അല്ലേ? റെക്റ്റാങ്കുലർ സെക്ഷൻ എങ്ങനെയാണോ ഡീൽ ചെയ്തിരുന്നത് അതേപോലെ. അപ്പോൾ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് എന്ന് കിട്ടും. സോ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ദെൻ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഒന്നുകിൽ നിങ്ങൾക്ക് കോർഡിനൽ ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ 0.87 FI AST D minus 0.42 XU. ക്ലിയർ? അപ്പോൾ MU ഈക്വൽ ടു 0.87 FI AST D ഇൻറ്റു 1 മൈനസ് AST FI ഡിവൈഡഡ് ബൈ BF D FCK. അപ്പോൾ ഇവിടെയുള്ള ബി എന്തായി? BF ആയി. റെക്റ്റാങ്കുലർ സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ബ്രെഡ്ത്ത് എന്താക്കി മാറ്റണം? BF ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, വാല്യൂസ് അപ്ലൈ ചെയ്തു. വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, 0.87 FIൻ്റെ സ്ഥാനത്ത് 415, AST 1005.3, D 400, 1 മൈനസ് 1005.3 ഇൻറ്റു 415 ഡിവൈഡഡ് ബൈ 740 ഇൻറ്റു 400 ഇൻറ്റു 20, അല്ലേ? വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വലിയൊരു ആൻസർ ആയിരിക്കും കിട്ടുക. ഇൻ ന്യൂട്ടൺ MM ആണ്. ദെൻ അതിനെ 10⁶ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 134.95 കിലോ ന്യൂട്ടൺ മാർക്ക്. ഇപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് 6 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്, 8 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. അതും 2019 ഏപ്രിലും ഒക്ടോബറിലും സെയിം ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏപ്രിൽ 19 9 മാർക്സിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് TB ഹാവിംഗ് ഫ്ലേഞ്ച് വിഡ്ത്ത് ഓഫ് 1600 mm, effective depth of 350 mm and thickness of flange is 100 mm and width of web is 250 mm. Use M20 grade concrete and FE 500 steel. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നോക്കാം. എന്താണ്? ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റ്, അല്ലേ? MU ലിമിറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ, അതായത് മാക്സിമം കൊടുക്കാവുന്ന അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ AST ലിമിറ്റിൻ്റെ വാല്യൂ. ഫോർ എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് TB ഹാവിങ് എ ഫ്ലേഞ്ച് വിഡ്ത്ത് എന്ത് തന്നിട്ടുണ്ട്? ഫ്ലേഞ്ചിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, അതായത് BF 1600 mm എന്ന്. ഇഫക്റ്റീവ് ഡെപ്ത്ത് D തന്നിട്ടുണ്ട് 350 mm ആണെന്നുള്ളത്. ആൻഡ് തിക്നെസ് ഓഫ് ഫ്ലേഞ്ച് ഈസ് 100 mm. തിക്നെസ് ഓഫ് ഫ്ലേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സ്ലാബിൻ്റെ തിക്നെസ് ആണ്, ദാറ്റ് ഈസ് 100 mm ഡെപ്ത്ത് ഓഫ് ഫ്ലേഞ്ച്. ഓക്കെ, the width of web is 250 mm, BW is 250 mm and use M20 grade concrete. FCK 20 Newton per mm square ആണ്. FI എത്രയാണ്? 500 Newton per mm square ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും കറക്റ്റ് വാല്യൂ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. എനിക്കൊക്കെ എപ്പോഴും പറ്റുന്ന അബദ്ധമാണ് FI 415 എന്ന് എഴുതി പോവും. അപ്പോൾ ഇതിനകത്തും എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് XU കാണണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36 FCK BF ആണല്ലേ. ASTൻ്റെ വാല്യൂ തന്നിട്ടില്ല, അസ്യൂം ചെയ്യാൻ ഓക്കെ അല്ല. സോ ASTൻ്റെ വാല്യൂ എന്ത് തന്നിട്ടില്ല? ASTൻ്റെ വാല്യൂ തന്നിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാം, അതായത് XU മാക്സ്. XU മാക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പേജ് നമ്പർ 70-ക്കകത്ത് XU മാക്സ് ബൈ ഡിൻ്റെ വാല്യൂ ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് XU മാക്സ് കണ്ടുപിടിക്കാം. XU മാക്സ് ബൈ ഡി ഈക്വൽ ടു 0.46 ആണ്. ഇൻറ്റു D ഇൻറ്റു 350 ചെയ്യുമ്പോൾ 161 മീറ്റേഴ്സ് MM എന്ന് കിട്ടും XU മാക്സിൻ്റെ വാല്യൂ. ഇനി എന്ത് ചെയ്യാം? XUം DFും ആണ് കമ്പയർ ചെയ്യേണ്ടത്. ആക്ച്വലി എന്ത് കാണാൻ വേണ്ടിയിട്ട്? ഫ്ലേഞ്ചിലാണോ വെബിലാണോ കിടക്കണേന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിതിന് വെബിലാണ് കിടക്കണേ എന്നുള്ളത് അസ്യൂം ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? DF ബൈ ഡിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാം. DF ബൈ ഡിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ 100/350 ആണ് വരുന്നത്. 0.25 ആണ്. ഗ്രേറ്റർ ദാൻ 0.2 ആണ് അല്ലേ? ഗ്രേറ്റർ ദാൻ 0.2 ആണ്. സോ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ വെബ്. ഇത് നമ്മൾ അസ്യൂം ചെയ്താണ്, കാരണം ഫ്ലെയിൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ XU വേണം, പക്ഷേ XU അറിയില്ല. സോ വെബിലാണെന്ന് വിചാരിക്കാം.
and moment of resistance can be calculated by clause G point 2.2.1. We have to find limiting value of moment of resistance. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വൈ എഫ് എവിടെയാണോ വരുന്നത് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈ എഫിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കോഡിനകത്തുണ്ട് 0.15 XU പ്ലസ് 0.65 DF. പക്ഷേ ലിമിറ്റിംഗ് ആയതുകൊണ്ട് XUവിൻ്റെ സ്ഥാനത്ത് XU മാക്സ് കൊടുക്കുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് 89.15 mm എന്ന് കിട്ടും. സോ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? വൈ എഫ് വരുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ അതുപോലെ കോപ്പി ചെയ്യുക, അതുപോലെ തന്നെ വാല്യൂസ് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. MU ലിമിറ്റ് MR ലിമിറ്റും ഒക്കെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ. 0.36 ഇൻറ്റു 0.46 ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു 0.46 ഇൻറ്റു 20 ഇൻറ്റു 250 ഇൻറ്റു 350 സ്ക്വയർ പ്ലസ് 0.45 ഇൻറ്റു 20 ഇൻറ്റു 1600 മൈനസ് 250 ഇൻറ്റു 89.15 ഇൻറ്റു 350 മൈനസ് YF ബൈ 2 അല്ലേ, 89.15 ഡിവൈഡഡ് ബൈ 2. രണ്ട് ടേംസിന് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ആദ്യം കണ്ടു, പിന്നെ അടുത്തതിനെ കണ്ടു. ഓക്കെ, ഇപ്പോൾ രണ്ട് ആൻസേഴ്സ് ആഡ് ചെയ്തു. നമുക്ക് വലിയൊരു ആൻസറാണ് ന്യൂട്ടൺ MM കിട്ടുന്നത്. അതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 10�6 ചെയ്യുമ്പോൾ 412.66 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇത് 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചെയ്യുന്നതിനാണ് 6 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സിനെയും ടെൻസൈൽ ഫോഴ്സിനെയും ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കംപ്രഷൻ എത്രയാണ് വരുന്നത്, അതുപോലെ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് എത്രയാണ് വരുന്നത് എന്നറിയണം. ഇത് നമുക്ക് കിട്ടുന്നത് സ്ട്രെസ് ഡയഗ്രത്തിൽ നിന്നാണ്. തൽക്കാലം ഇക്വേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ കംപ്രഷൻ ഈക്വൽ ടു 0.36 FCK BW XU മാക്സ് പ്ലസ് 0.45 അല്ലെങ്കിൽ 0.446 FCK BF മൈനസ് BW ഇൻറ്റു YF എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വാല്യൂസ് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ടോട്ടൽ കംപ്രഷൻ അതും DF ബൈ D ഗ്രേറ്റർ ദാൻ 0.2 വരുന്ന കണ്ടീഷനിലാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. ടോട്ടൽ കംപ്രഷൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അപ്പോൾ ഈ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ന്യൂട്ടൺ, അത്രയും ന്യൂട്ടൺ എന്ന് എഴുതി. ദെൻ ടോട്ടൽ കംപ്രഷനെയും ടെൻഷനെയും ഇക്വേറ്റ് ചെയ്യാണ്. ടോട്ടൽ ടെൻഷൻ എപ്പോഴും എന്താണ്? 0.87 FI AST ആണ്. ലിമിറ്റിംഗ് വാല്യൂ ആയതുകൊണ്ടാണ്, നമ്മുടെ അടുത്ത് ലിമിറ്റിംഗ് സ്റ്റീലല്ലേ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാനിവിടെ AST ലിമിറ്റ് എന്ന് എഴുതിയേക്കുന്നത്. ടോട്ടൽ ടെൻഷൻ എപ്പോഴും 0.87 FI AST എന്നുള്ളതാണ്. അതായത് സ്റ്റീലിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ടെൻഷൻ ഫോഴ്സ് 0.87 FI AST. ഇത്രയും സ്റ്റീലിൻ്റെ സ്ട്രെസ്സാണ് ഇൻറ്റു ഏരിയ. രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് AST ലിമിറ്റ് ഈക്വൽ ടു 3156.26 mm² എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയും ചെയ്യുന്നതിനാണ് 3 മാർക്ക് കിട്ടുന്നത്. 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ 6 മാർക്സ് കിട്ടുന്നത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനാണ്. അതുവരെ എന്തായാലും ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻ മാത്രമാണ് ഈക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒക്ടോബർ 2018 9 മാർക്സിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ സീരീസ് ഓഫ് ബീംസ് ആർ പ്ലേസ്ഡ് അറ്റ് 3 meter center to center having effective span of 5 meter. The thickness of the slab is 100 mm and the width of the rib is 230 mm and effective depth of 400 mm. The beams are supported on masonry walls. The beam is subjected to a factored moment of 200 kN meter. Design the T-beam for flexure using M20 grade concrete and Fe 415 grade steel. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. A series of beams are placed at 3 meter center to center having effective span of 5 meter. അതായത് 3 meter ഇൻ്റർവെല്ലിൽ ബീമുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 3 ഇത് ബീംസാണ്. 3 meter ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബീംസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 3 meter. ക്ലിയർ ആണല്ലോ? 3 meter. ഇഫക്റ്റീവ് സ്പാൻ ഓഫ് 5 meter. ഇഫക്റ്റീവ് സ്പാൻ ഓഫ് 5 meter എന്ന് പറയുന്നത് ഈ ബീമിൻ്റെ ലെങ്ത്താണ് 5 meter. അതായത് ഇപ്പോൾ ഞാനിതിനെ T ബീമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്.
ഇപ്പോൾ സ്ലാബ് കൂടി ആഡ് ചെയ്തു. ഇതിൻ്റെ ബാക്ക് പോർഷൻ, ഇപ്പോൾ സ്ലാബ് ഇങ്ങനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക അല്ലേ. ബീമിൻ്റെ പോർഷനും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതേപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആവുന്നുണ്ടാവും. ബീം ഇതിൻ്റെ ഇവിടെയെല്ലാം ഉണ്ടാവും അല്ലേ. ഇവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എത്ര, 3 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടം തൊട്ടിട്ട് എത്ര വരെയാണോ ബീം ഉള്ളത്, എത്ര വരെയാണോ നമുക്ക് ബീം ഉള്ളത് അത്രയും വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ഇഫക്റ്റീവ് സ്പാൻ 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് സ്പാന് 5 മീറ്റർ ആണ്. ബീമിൻ്റെ ഓവറോൾ ലെങ്ത് ആണ് 5 മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എ സീരീസ് ഓഫ് ബീംസ് ആർ പ്ലേസ്ഡ് അറ്റ് 3 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ. ഹാവിങ് ഇഫക്റ്റീവ് സ്പാൻ ഓഫ് 5 മീറ്റർ. ദ തിക്നെസ് ഓഫ് ദ സ്ലാബ് ഈസ് 100 mm. ഈ സ്ലാബിൻ്റെ തിക്നെസ് ആണ് 100 mm. എന്താണത്, സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഫ്ലെയിൻസിൻ്റെ തിക്നെസ് ആണ്. ദാറ്റ് ഈസ് DF അല്ലേ, തിക്നെസ് ഓഫ് സ്ലാബ് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ഫ്ലെയിൻസ്, ദാറ്റ് ഈസ് 100 mm. ഓക്കെ, ഇനി ദ വിഡ്ത്ത് ഓഫ് റിബ് ഈസ് 230 mm. വിഡ്ത്ത് ഓഫ് റിബ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ബീമിൻ്റെ വിഡ്ത്ത് അല്ലേ. വിഡ്ത്ത് ഓഫ് റിബ് ഈസ് 230 mm. അതായത് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്, വിഡ്ത്ത് ഓഫ് വെബ് അല്ലെങ്കിൽ റിബ് BW, ദാറ്റ് ഈസ് 230 mm. പിന്നെ എന്താ ഉള്ളത്, ഇഫക്റ്റീവ് ഡെപ്ത് 400 mm, D ഈക്വൽ ടു 400 mm. ദെൻ ദ ബീംസ് ആർ സപ്പോർട്ടഡ് ഓൺ മാസൺറി വാൾസ്. ഈ ബീമിൻ്റെ ഈ എൻഡും ഇപ്പുറത്തെ എൻഡും എവിടെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഒരു മാസൺറി വാളിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് എന്ത് ടൈപ്പ് ബീംസ് ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ആണ് അല്ലേ. ഇവിടെയും ഒരു സപ്പോർട്ട് ഉണ്ട് മാസൺറി വാൾ, ഇവിടെയും ഒരു സപ്പോർട്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ ഫാക്റ്റേഡ് മൊമെൻറ്റ് ഓഫ് 200 kN/m. ഈ ബീമിനകത്ത് എത്രയാണ് ഫാക്റ്റേഡ് മൊമെൻറ്റ് വരുന്നത്, 200 kN/m ആണ്. ഡിസൈൻ ദ ടി ബീം ഫോർ ഫ്ലെക്ചർ. ഫ്ലെക്ചറിന് വേണ്ടിയിട്ട് ടി ബീംസ് ഡിസൈൻ ചെയ്യുക. ഫ്ലെക്ചർ എന്ന് പറയുന്നത് ബെൻഡിങ് ആണ്. സോ ഡിസൈൻ എന്ന് പറയുമ്പം റീൻഫോഴ്സ്മെൻറ്റ് മാത്രം കണ്ടാൽ മതി. യൂസിങ് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽ. FCK വാല്യൂ തന്നിട്ടുണ്ട്, FI വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ വരച്ച ഫിഗർ തന്നെയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ സൈഡിൽ L ബീമാണ് കാണിച്ചിട്ടുള്ളത്. തിക്നെസ് ഓഫ് സ്ലാബ് കാണിച്ചിട്ടുണ്ട്, 3 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് റിബ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം കാണിച്ചിട്ടുണ്ട്, പിന്നെ ഇഫക്റ്റീവ് സ്പാൻ കാണിച്ചിട്ടില്ല അല്ലേ, ബാക്കിലേക്ക് എക്സ്റ്റെൻഡ്. ഇതാണ് ടി ബീം. ഈ ടി ബീമാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബീം. ഇതിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ എങ്ങനെയാണ്, ഈ ബീമിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ എങ്ങനെയാണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതെങ്ങനെയാണ് മനസ്സിലായേ, രണ്ട് എൻഡിലും മാസൺറി വോൾസിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. AST ആണ് കാണേണ്ടത്. AST കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫ്ലെക്ചർ ഡിസൈനായി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ടോ നമുക്ക്, ഫ്ലെയിൻസിൻ്റെ വിഡ്ത്ത് ഇല്ല. അപ്പോൾ അത് കാണാനാണ് ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലെയിൻസ്. ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലെയിൻസ് ആസ് പെർ കോഡ് തന്നെ നിങ്ങൾ ചെയ്യണം. 23.1.2 ക്ലോസ് ശ്രദ്ധിക്കുക. 23.1.2ൽ പറയുന്നുണ്ട് ലീസ്റ്റ് ഓഫ് 2 വാല്യൂസ് ആണുള്ളത് ടി ബീംസിൻ്റെ കേസിൽ, L0/6 പ്ലസ് BW പ്ലസ് 6DF. ഇത് വേർഡ്സിലാണ് കോഡിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. BW പ്ലസ് ഹാഫ് ഓഫ് L1 പ്ലസ് L2. ഇനി വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. L0/6 പ്ലസ് BW പ്ലസ് 6DF. വാട്ട് ഈസ് L0? L0 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സ്പാൻ ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഫക്റ്റീവ് സ്പാൻ ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ബീം, അതിനകത്ത് സീറോ മൊമെൻറ്റ്സ് എവിടെയാണോ ഡെവലപ്പ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സീറോ മൊമെൻറ്റ്സ് ആണ് പറയുന്നത്. സീറോ മൊമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് സപ്പോർട്ടിലാണ്. ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മാക്സിമം വരുന്നത് WL²/8, ഈ രണ്ട് എൻഡിലും 0 0. ഓക്കെ, അപ്പോൾ സീറോ മൊമെൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സ്പാൻ ആണ്. സോ ആ വാല്യൂ L0 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സ്പാൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് 5000 അല്ലേ. 5000/6 പ്ലസ് 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു, പ്ലസ് ബ്രെഡ്ത്ത് ഓഫ് വെബ് ഈക്വൽ ടു 230 പ്ലസ് 6 × DF 6 × 100, ദാറ്റ് ഈസ് 1663.33 mm എന്ന് കിട്ടും. അതുപോലെ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. ബ്രെഡ്ത്ത് ഓഫ് വെബ് പ്ലസ് ഹാഫ് ഓഫ് L1 പ്ലസ് L2.
230 പ്ലസ് ഹാഫ് ഓഫ് 3000 പ്ലസ് 3000 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ആ വാല്യൂ. ഇതിനകത്ത് ലീസ്റ്റ് വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1.66 മീറ്റേഴ്സ് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം അല്ലേ. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36 FCK BF. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ASTൻ്റെ ടേം അറിയില്ല, സോ AST അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.03 AST. അതായത് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 0.87 ഇൻറ്റു 415, ഓക്കെ, ഇപ്പോൾ മുകളിലെ ടേമായി ഡിവൈഡഡ് ബൈ താഴെയുള്ളത് 0.36 ഇൻറ്റു 20 ഇൻറ്റു 1663. കണ്ടോ, നമുക്ക് വന്നിരിക്കുന്ന വാല്യൂ ഈക്വൽ ടു 0.03 എന്നാണ് വരുന്നത്. അത്രയും AST ഇവിടെ എന്തുണ്ടായിരുന്നു, നേരത്തെ ഉള്ള ടേമാണ്, അപ്പോൾ അതിനെയും കൂടെ AST. അസ്യൂം ദാറ്റ് ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച്. ഫ്ലേഞ്ചിലാണ് ന്യൂട്രൽ ആക്സിസ് കിടക്കണേ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. വെബിൻ്റെ പോർഷനിലേക്ക് പോകുന്നില്ല, റെക്റ്റാങ്കുലർ സെക്ഷനാക്കി തന്നെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, റെക്റ്റാങ്കുലർ സെക്ഷൻസ് എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാം. Assume that neutral axis lies in the flange, then moment of resistance equal to എന്താ വരുന്നത്, 0.87 FI AST D minus 0.42 XU. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിനകത്ത് AST ഉള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന സമയത്ത് MUവിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് അല്ലേ, 200 kN മീറ്റർ. അതിനെ ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്യുമ്പോൾ 200 ഇൻറ്റു 10⁶ എന്ന് വരും, ഈക്വൽ ടു 0.87 FIൻ്റെ വാല്യൂ AST അറിയില്ല, D ഈക്വൽ ടു 400 മൈനസ് 0.42 ഇൻറ്റു XUവിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു, 0.03 AST. അത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക, ഈ ടേം ആദ്യം ഇൻറ്റു ചെയ്യുക, അപ്പോൾ അത്രയും AST. ഇപ്പോൾ ഈ ഒരു ടേമിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇൻറ്റു 400 ഇൻറ്റു ഇത്രയും ടേമും. ഓക്കെ, അപ്പോൾ 400 ഇൻറ്റു 0.87 ഇൻറ്റു 415ൻ്റെ ആൻസറാണ് ഇത്രയും. അത്രയും AST മൈനസ് 0.42 ഇൻറ്റു 0.03 ഇൻറ്റു 0.87 415 AST ഇൻറ്റു AST സ്ക്വയർ 4.55 AST സ്ക്വയർ. ദെൻ നമുക്കിതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റി എഴുതാൻ പറ്റും. 4.55 AST സ്ക്വയർ മൈനസ് AST ഉള്ള ടേം AST ഇല്ലാത്ത ടേം ഈക്വൽ ടു 0. Then AST equal to minus B plus or minus root of B square minus 4AC by 2A. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടും. അതിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ 1451.19 mm സ്ക്വയർ അല്ലേ, അത്രയും വരുന്നത്. അതിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും AST ആണ്. നമ്പർ ഓഫ് ബാർസ് ഒന്നും കണ്ടിട്ടില്ല. നമ്പർ ഓഫ് ബാർസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ AST ഡിവൈഡഡ് ബൈ ഏതാണോ നമ്മൾ ബാർ അസ്യൂം ചെയ്യുന്നത് ആ ബാർ കൊണ്ട്, ആ ബാറിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ടി ബീമിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്നത് ഒക്ടോബർ 2009 8 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാക്സിമം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. എന്താണ് കാണുന്നത്, മാക്സിമം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ഓഫ് ദ ടി ബീം ക്യാൻ ക്യാരി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയ്റ്റ് on a simply supported span of 5 meter. Width of flange is 1500 mm. Thickness of flange is 100 mm. Depth of tension steel from the top of flange is 500 mm. And width of web is 250 mm. Effective cover is 40 mm. The reinforcement consists of 4 bars of 20 mm diameter. Use FE 415 steel and use FE 250 steel and M15 concrete. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക്. എപ്പോഴും നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ടേംസുമായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ വാല്യൂസ് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് FE 250 M15 കോൺക്രീറ്റും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. എന്താ കാണേണ്ടത്, ദ മാക്സിമം ലോഡ് ദാറ്റ് ക്യാൻ ക്യാരി ബൈ ദ ടി ബീം. ടി ബീമിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്പാൻ ഓഫ് ദ ബീം തന്നിട്ടുണ്ട് 5 മീറ്റർ. 5 മീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പം 5000 mm എന്ന് വരും. ദെൻ വിഡ്ത്ത് ഓഫ് ഫ്ലേഞ്ച് തന്നിട്ടുണ്ട് BF 1500 mm. തിക്നെസ് ഓഫ് ഫ്ലേഞ്ച് DF ഈക്വൽ ടു 100 mm ആണ്. ഇഫക്റ്റീവ് ഡെപ്ത് D തന്നിട്ടുണ്ട് 500 mm.
വിഡ്ത്ത് ഓഫ് വെബ് തന്നിട്ടുണ്ട് BW, ദാറ്റ് ഈസ് 250 mm. ഇഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട് 40 mm തന്നിട്ടുണ്ട്. AST തന്നിട്ടുണ്ട് എന്താണ് 4 numbers of 20 mm ഡയാബാസ് ആണ്. അപ്പോൾ AST ഈക്വൽ ടു 1256 mm² എന്ന് കിട്ടും. 4 × π/4 d². FI വാല്യൂ അറിയാം, FCK വാല്യൂ അറിയാം, ഇത് മാറിപ്പോകരുത്. ഇതിനകത്ത് ചെയ്യാനുള്ളത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കാം. XU 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36 FCK BF എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ വാല്യൂസ് അപ്ലൈ ചെയ്യുക. FI ശ്രദ്ധിക്കുക 250, ദെൻ FCK ശ്രദ്ധിക്കുക 15, അത്രയും മാത്രം ശ്രദ്ധിക്കുക. 33.73 mm എന്ന് കിട്ടും. XU ലെസ് ദാൻ DF ആണ് അല്ലേ. DFൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 100 ആണ്. അപ്പോൾ XU ലെസ് ദാൻ DF ആയതുകൊണ്ട് ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലേഞ്ച് ആണ് വരുന്നത്. സോ XU മാക്സ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. XU മാക്സ് കാണാൻ പറ്റും. XU മാക്സ് ബൈ ഡിൻ്റെ വാല്യൂ 0.53 ആണ്. അതെവിടുന്നാണ് കിട്ടുന്നത്? പേജ് നമ്പർ 70 നിന്നാണ്. 53 × 0.53 × 500 ദാറ്റ് ഈസ് 265 mm. സോ XUനെയും XU മാക്സിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബീം ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ് എന്ന് കിട്ടും. സോ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബീമാണ്. ബീം ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ്. ഇത് ഏത് ടൈപ്പായിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്? റെക്റ്റാങ്കുലർ സെക്ഷൻസ് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ. സോ MUൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്? 0.87 FI AST D - 0.42 XU, അല്ലെങ്കിൽ കോഡിൽ AST ഉള്ള ഇക്വേഷൻ. ഓക്കെ, 0.87 FIൻ്റെ സ്ഥാനത്ത് 250, 1256, D 500, 0.42 XU 33.73 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് കിട്ടുന്നത് 132 സംതിങ് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും. അത്രയും ന്യൂട്ടൺ mm. ഞാൻ ആ വാല്യൂസ് മുഴുവൻ എഴുതാണ്ട് × 10⁻⁶ എന്നാണ് എഴുതിയേക്കണത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും ന്യൂട്ടൺ mm. അതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 132.7 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ബീം ഏത് ടൈപ്പാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? മൊമെൻറ്റ് കാണാൻ WL²/8. അപ്പോൾ ആ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. WL²/8 132.7 ഈക്വൽ ടു കിലോ ന്യൂട്ടൺ മീറ്ററുള്ള വാല്യൂസാണ് കൊടുക്കുന്നത്. W കിലോ ന്യൂട്ടണിൽ കിട്ടും, എല്ലിൻ്റെ വാല്യൂ മീറ്ററിലാണ്. WL²/8. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അറിയാത്ത ടേം W ആണ്. Wനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെല്ലാം റീഅറേഞ്ച് ചെയ്തു. 132.7 × 8 ഡിവൈഡഡ് ബൈ 5². ഓക്കെ, ദാറ്റ് ഈസ് 42.46 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും അല്ലേ. UDL അല്ലേ. അപ്പോൾ പെർ മീറ്ററിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക 42.46 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇറ്റ് ഈസ് ഫാക്റ്റേർഡ് ലോഡാണ് അല്ലേ. ഇത് ഈ മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? ഫാക്റ്റേർഡ് മൊമെൻ്റ് ആയിരിക്കും. ഫാക്റ്റേർഡ് മൊമെൻറ്റിനാണല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഫാക്റ്റേർഡ് മൊമെൻ്റ് ആവും. അപ്പോൾ ഫാക്റ്റേർഡ് മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ WU എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് W ആക്കണം. അപ്പോൾ W ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 28.31 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇത്രയാണ് ടി ബീംസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കോട്ട് മറിക്കുമ്പോൾ ടി ബീംസിൻ്റെ കേസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.